Now let's start our fourth module. മൊഡ്യൂൾ 3 നമ്മൾ പഠിച്ചത് പാഴ്സിംഗ് ആയിരുന്നു. ഓക്കെ, കമ്പൈലറിന്റെ എത്രാമത്തെ ഫേസ് ആണത്? ആദ്യം ലെക്സിക്കൽ അനാലിസിസ്, പിന്നെ സിൻടാക്സ് അനാലിസിസ് അല്ലെ. അപ്പൊ അതിനകത്താണ് നമ്മുടെ പാഴ്സിംഗ് ഒക്കെ വരുന്നത്. ഇനി അതിനുശേഷം സിമാൻറ്റിക് അനാലിസിസിലേക്കൊക്കെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സിമാൻറ്റിക് അനാലിസിസിൽ വരുന്നതാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സിൻടാക്സ് അനലൈസർ തന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാഴ്സ് ട്രീ ആണ്. സോ ആ പാഴ്സ് ട്രീയെ ബേസ് ചെയ്തിട്ട് നമ്മുടെ അതിന്റെ സിമാൻറ്റിക്സ് അതിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഓർഡർ ഓഫ് ഇവാലുവേഷൻ കണ്ടുപിടിക്കുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അടുത്ത ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ലേഷൻസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻസിനെയാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇതിനകത്ത് നമ്മൾ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തുകൊണ്ട് യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. സോ ഇതില് ഈ ഒരു ട്രാൻസ്ലേഷൻ സ്കീം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ ഇവാലുവേഷൻ ഓർഡർ. ഏത് ഓർഡറിലായിരിക്കണം നമ്മുടെ ഓരോ ഇവാലുവേഷൻസും വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്, ഒരു എക്സ്പ്രഷൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ എക്സ്പ്രഷനകത്ത് ഏത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ അതിന് ഏതിന്റെ സബായിട്ട് വരണം, ഇങ്ങനെയൊക്കെയുള്ള ആ ഇവാലുവേഷൻ ഓർഡർ ഉണ്ട്. നമുക്ക് മിക്കപ്പോഴും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെല്ലാം തന്നെ പ്രിസിഡൻസും ഓർഡറും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് നമുക്ക് ഇവാലുവേഷൻസ് വരുന്നത്. സോ ആ ഒരു ഓർഡർ ഓഫ് ഇവാലുവേഷൻ, അതിന്റെ ഡിപ്പെൻഡൻസി, ഇതിനെല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസും സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ആക്ഷൻസ് പറയും. ഇതിൽ ഏത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്ത, അതിന്റെ പ്രിസിഡൻസ് എങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ആക്ച്വലി നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് പാഴ്സ് ട്രീനെ ഇന്റർമീഡിയറ്റ് കോഡായിട്ട് മാറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻസ് നടത്താനുണ്ട്. കിട്ടിയ ആ ഒരു പാഴ്സ് ട്രീയിൽ നമ്മൾ അതിനകത്ത് കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ അസൈൻ ചെയ്തിട്ട് അതിന് ഇവാലുവേഷൻ ഓർഡർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നു. ഇവാലുവേഷൻ ഓർഡർ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നു. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്കീംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസും സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസും. സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാഴ്സ് ട്രീയിലെ ഓരോ നോഡിനും അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ വാല്യൂസ് വരുന്നുണ്ട് ആ വാല്യൂസ് അസൈൻ ചെയ്ത് നമ്മൾ ആ പാഴ്സ് ട്രീ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ആക്ഷൻസും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ ഇവാലുവേഷൻ ഓർഡർ കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതിനെ സ്കീമാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ സ്കീം. സോ അങ്ങനെ 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ സ്കീംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസും സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസും. സോ അപ്പം ഇത് രണ്ടും തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇൻപുട്ട് ടോക്കണിനെ പാഴ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ പാഴ്സ് ട്രീ ഉണ്ടാക്കുന്നു. പാഴ്സ് ട്രീ ഉണ്ടാക്കിയതിന് ശേഷം ആ ട്രീ ട്രാവേഴ്സ് ചെയ്ത് അതിന്റെ സിമാൻറ്റിക് റൂൾസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീംസ് യൂസ് ചെയ്യുന്നത്. സോ എന്തിനാണ് നമ്മൾ ഈ ഒരു സിമാൻറ്റിക് റൂൾസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we have to generate some code, right? So ഇനി അടുത്ത് നമ്മൾ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിന്റെ ഇവാലുവേഷൻ ഓർഡറും അതുപോലെ തന്നെ ഇതിനകത്തുള്ള സിമ്പിൾസ് കാര്യങ്ങളെല്ലാം തന്നെ അറിയണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സിമാൻറ്റിക് റൂൾസ് ആവശ്യമുണ്ട്. സോ ടു ജനറേറ്റ് കോഡ്, സേവ് ഇൻഫർമേഷൻ ഇൻ എ സിമ്പിൾ ടേബിൾ, ഇഷ്യൂ എറർ മെസ്സേജസ് ഓർ പെർഫോം അതർ ആക്ടിവിറ്റീസ്, ഈ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ സിമാൻറ്റിക് റൂൾസ് ആവശ്യമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു
ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ ഇൻപുട്ട് സ്ട്രിങ് അപ്ലൈ ചെയ്യുന്നു, ആ ഇൻപുട്ട് സ്ട്രിങ്ങിനെ പാഴ്സ് ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ പാഴ്സ് ട്രീയെ നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പൊ ഡിപ്പെൻഡൻസി ഗ്രാഫ് ആക്കി മാറ്റുന്നതെല്ലാം ഈ സിമാൻറ്റിക് അനാലിസിസിലാണ്, ബേസ്ഡ് ഓൺ ദിസ് ട്രാൻസ്ലേഷൻ സ്കീംസ്. സോ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഇവാലുവേറ്റ് ദ ഓർഡർ ഫോർ സിമാൻറ്റിക് റൂൾസ്. ഓക്കെ, അപ്പോൾ ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീട് നമ്മുടെ ഒബ്ജക്ട് കോഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ നടക്കുന്നത്. സോ എപ്പോഴും നമുക്ക് ഇവാലുവേഷന് ഓർഡർ ഉണ്ടാവും. ആ ഓർഡറിനനുസരിച്ചുള്ള ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് കോഡ് ഫൈനലി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ CFG പഠിച്ചു. CFGയുടെ ഒരു ജനറലൈസ്ഡ് ഫോമിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സ് ട്രീ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഗ്രാമറിന്റെ സിമ്പിൾസ് എല്ലാം തന്നെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഗ്രാമർ സിമ്പിൾസിന്റെ എല്ലാം കൂടെ നമ്മൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ ഓരോ ഗ്രാമർ സിമ്പലിലും അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും 2 ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും. ഓക്കെ, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഉണ്ട്, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും ഉണ്ട്. സോ ഇതെന്താണ്, നമ്മുടെ CFG നമുക്ക് ഓരോ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓരോ സ്ട്രിങ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ അതിന്റെ കറസ്പോണ്ടിങ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഉണ്ട്. ആ ഗ്രാമറിനനുസരിച്ചാണ് നമ്മൾ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നത്. സോ പാഴ്സ് ട്രീ ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഓരോ ഗ്രാമർ സിമ്പലിനകത്തും നമുക്ക് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് അസൈൻ ചെയ്യാൻ പറ്റും. ആ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് 2 ടൈപ്പാണുള്ളത്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും. ഓക്കെ, സോ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഒരു സ്ട്രിങ് ആവാം, നമ്പർ ആവാം, ടൈപ്പ് ആവാം, അല്ലെങ്കിൽ അതിന്റെ മെമ്മറി ലൊക്കേഷൻ ആവാം, ഇങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വേണേലും ആവാം. അതായത് ആക്ച്വലി ആ ഗ്രാമർ സിമ്പലിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ വേണമെങ്കിലും ആവാം. അതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അത് തന്നെ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സിന്തസൈസ്ഡും ഇൻഹെറിറ്റഡ്. അതില് സിന്തസൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ കമ്പ്യൂട്ടഡ് ഫ്രം ദ വാല്യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് അറ്റ് ദ ചിൽഡ്രൻ ഓഫ് ദാറ്റ് നോഡ്. ഓക്കെ, അതായത് നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് നമ്മൾ ഏതെങ്കിലും വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കാം. അതല്ല എങ്കിൽ അതിന്റെ ചൈൽഡ് നോട്ട്സിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കാം. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. So synthesized attributes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either it is computed from the values of attributes at the children of that particular node, otherwise it is directly assigning some value. Okay, so value of an attribute means semantic rule associated with the production used at that node. അപ്പോൾ ഒരു നോഡിലെ പാഴ്സ് ട്രീയിലെ ഒരു നോഡിലെ ആ നോഡിന്റെ വാല്യൂ, ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സിമാൻറ്റിക് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആ സിമാൻറ്റിക് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂ കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. ആ വാല്യൂ കമ്പ്യൂട്ടേഷൻ ഒരു പാഴ്സ് ട്രീ നോഡിന്റെ ചൈൽഡിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അസൈൻ ചെയ്യുന്നതാണെങ്കിലോ അത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അതേസമയം ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് അതിന്റെ സിബ്ലിങ്സിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ പാരന്റിൽ നിന്നോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഒരു നോഡിന്റെ ആട്രിബ്യൂട്ട് വാല്യൂ അതിന്റെ സിബ്ലിങ്സിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ പാരന്റിൽ നിന്നോ ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ഈസ് നോൺ ആസ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, സോ അപ്പം 2 ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. ദെൻ ഈ സിമാൻറ്റിക് റൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ട് സെറ്റപ്പ് ഡിപ്പെൻഡൻസീസ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റഡ് ബൈ എ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസീസ് എല്ലാം തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ ഒരു ഗ്രാഫ് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറയും. ആ ഡിപ്പെൻഡൻസി ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ഓർഡർ, സിമാൻറ്റിക് റൂൾസിന്റെ ഇവാലുവേഷൻ ഓർഡർ ഡിറൈവ് ചെയ്യുന്നത്. Evaluation of semantic rules defines the value of
ദി ആട്രിബ്യൂട്ട്സ് അറ്റ് ദ നോഡ്സ് ഇൻ ദ പാഴ്സ് ട്രീ ഫോർ ദി ഇൻപുട്ട് സ്ട്രിംഗ്. സോ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ പാഴ്സ് ട്രീയിലെ ഓരോ നോഡിനകത്തും എന്ത് വാല്യൂ ആണ് വരുന്നത് എന്നുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമാൻറ്റിക് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ഗ്രാമറും ഗ്രാമറിനകത്തുള്ള പ്രൊഡക്ഷൻസ് ആണ് അല്ലെ. ഈ ഗ്രാമർ ഇതെന്ന് പറയുന്നത് ഒരു ഡെസ്ക് കാൽക്കുലേറ്ററിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമറാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഗ്രാമർ തന്നെയാണ്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അഡീഷൻ പെർഫോം ചെയ്യുന്നു, ഇതിലാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നു. ഇവിടെ രണ്ടും സിമ്പിൾ അസൈൻമെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇ ഗീവ്സ് ടി എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ ഇയിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയാണ്. ടി ഗീവ്സ് എഫ് എന്ന് പറയുമ്പോൾ എഫിന്റെ വാല്യൂ ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെയും എഫ് ഗീവ്സ് ഇ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിസിഡൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അല്ലാത്ത കേസിലാണെങ്കിൽ ഡയറക്ട്ലി വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഓഫ് ഇ വിൽ ബി അസൈൻഡ് ഇൻ ടു എഫ് എന്ന് പറയാം. ദെൻ എഫ് ഗീവ്സ് ഡിജിറ്റ്. ഓക്കെ, ഈ ഡിജിറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂ, ഡയറക്റ്റ് കൊടുക്കുന്ന വാല്യൂ ആണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ദെൻ ഫൈനലി ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളിവിടെ ഒരു എക്സ്ട്രാ പ്രൊഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വൺ പ്ലസ് ടി അതായത് അഡീഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ വിൽ ഗെറ്റ് ദ റിസൾട്ട് വേർ ഇ എന്ന് പറയുന്ന നോഡിലായിരിക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ റിസൾട്ടിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ആ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡീഷണൽ റൂളും കൂടി അല്ലെങ്കിൽ പ്രൊഡക്ഷനും കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എൽ ഗീവ്സ് ഇ എൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രിന്റ് ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അഡീഷണൽ പ്രൊഡക്ഷൻ ആണ്. സോ അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് സിമാൻറ്റിക് റൂൾസ് എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു എൽ ഗീവ്സ് ഇ എൻ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രിന്റ് ദ റിസൾട്ട് വാട്ട് എവർ അവൈലബിൾ ഇൻ ദ ഇ നോഡ്. ഓക്കെ, സോ അപ്പം ഇവിടെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. വാല്യൂസ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്, വാല്യൂസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, വാല്യൂ എടുത്താണ് അസൈൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വാല്യൂ ആണ്. അപ്പൊ ഈ ആട്രിബ്യൂട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് എന്താണ് എന്നുള്ളത്? നമ്മൾ ഇതുപോലുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഡിഫൈൻ ചെയ്യാം ഏത് ആട്രിബ്യൂട്ട് വേണം എന്നുള്ളതൊക്കെ. ഓക്കെ, ഈ വാൽ എന്നുള്ളത് വാൽ എന്ന് തന്നെ കൊടുക്കണമെന്നൊന്നുമല്ല, വാല്യൂ എന്ന് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ കൊടുക്കാം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ വാൽ എന്നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നൊട്ടേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ അസോസിയേറ്റഡ് ആയിട്ടുള്ള സിമാൻറ്റിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി പെർഫോം ചെയ്യേണ്ടത് എന്താണ്? ടു പ്രിന്റ് ദ വാല്യൂ ഓഫ് വാല്യൂ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ നോഡ് ഇ. സോ അതാണ് ഇവിടെ പ്രിന്റ് ഫംഗ്ഷൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. സോ പ്രിന്റ് ഇ ഡോട്ട് വാൽ. ഓക്കെ, ദെൻ ഇ ഗീവ്സ് E1 plus T. So this we can write as E dot value equal to E1 dot value plus T dot value. Then again E gives T. So E dot value equal to T dot value. T equal to T1 star F. T dot value equal to T1 dot value into F dot value. T gives F. So T dot value equal to F dot value. F gives E, that is F dot value equal to E dot value. F gives digit എന്ന് പറയുമ്പോൾ F dot value equal to digit dot lex value. ഇവിടെ നമ്മൾ lex value എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെക്സ് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് കൊണ്ടുവരുന്ന വാല്യൂ ആണ് ഡിജിറ്റിലേക്ക് അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എഫിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെക്സ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ്സ് എ ഹൈ ലെവൽ ഡെഫിനിഷൻ അല്ലെ. ഈ നമ്മുടെ ഗ്രാമറും കാര്യങ്ങളും ഒക്കെ എന്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ
കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവുന്നവർക്ക് മാത്രമേ അത് കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ സിമാൻറ്റിക് റൂൾസ് എന്ന് പറയുമ്പോഴത്തേനും ഇത് കണ്ടാൽ ആർക്ക് വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ്, അതുകൊണ്ടാണ് ഇതിന് ഹൈ ലെവൽ റൂൾസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിലേക്ക് നമ്മൾ ഹൈ ലെവൽ റൂൾസ് അപ്ലൈ ചെയ്യുന്നതാണ് സിമാൻറ്റിക് റൂൾസ് എന്ന് പറയുന്നത്. സോ ഈ സിമാൻറ്റിക് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഇവാലുവേഷൻ ഓർഡറും പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ട്രിങ് ഓരോ നോൺ ടെർമിനൽസിന്റെ ആട്രിബ്യൂട്ട്സിനെയും അതിന്റെ വാല്യൂസിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ സിൻടാക്സ് ഡയറക്ടർ ഡെഫിനിഷൻ ഫോർ എ സിമ്പിൾ ഡെസ്ക് കാൽക്കുലേറ്റർ എന്നുള്ളത്. അപ്പൊ ഇത് എന്താണ് എന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഇത് എഴുതാനായിട്ട്. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഓരോന്നും എന്താണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിജർ വാല്യൂഡ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. ഇവിടെ നമ്മളെല്ലാം ഇൻഡിജർ വാല്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള അസംഷൻ ആണ്. ഇത് എല്ലാം തന്നെ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ, അതായത് ഈ ഓരോ ലെഫ്റ്റ് സൈഡിലുള്ള ഓരോ നോൺ ടെർമിനലിന്റെയും വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന്റെ ചൈൽഡിൽ നിന്നാണ് കിട്ടുന്നത്. ഈ ഗീവ്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറൈവ്സ് ടി എന്നാണ്. ദാറ്റ് മീൻസ് ഇ ഈസ് എ പാരന്റ് നോഡ് ആൻഡ് ടി ഈസ് എ ചൈൽഡ് നോഡ് അല്ലെ. അപ്പൊ ഈയുടെ വാല്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്? ടിയിൽ നിന്നാണ്, അതായത് ചൈൽഡിൽ നിന്നാണ് ഈക്ക് വാല്യൂ കിട്ടുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ ദീസ് ആർ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ദെൻ ഡിജിറ്റ് എന്ന് പറയുന്നതിന് ലെക്സ് വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് അസ്യൂം ടു ബി സപ്ലൈഡ് ബൈ ദി ലെക്സിക്കൽ അനലൈസർ. ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് എന്നുള്ളത് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Then there is a print function for the starting non-terminal L is just a procedure that prints as output the value of the arithmetic expression generated by E. Okay, so അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമർ എല്ലാം ജനറേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? അരിത്തമെറ്റിക് എക്സ്പ്രഷൻ തന്നെയായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആ ഓരോ തവണയും ജനറേറ്റ് ചെയ്യുന്ന അരിത്തമെറ്റിക് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അതാണ് എൽ എന്ന് പറയുന്ന ഒരു അനദർ സ്റ്റാർട്ട് സിമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു അഡീഷണൽ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഡെസ്ക് കാൽക്കുലേറ്റർ എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ സിമാൻറ്റിക് റൂൾസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഗ്രാമറിനകത്തുള്ള ഓരോ പ്രൊഡക്ഷനിലും കുറച്ച് സിമാൻറ്റിക് റൂൾസ് ആഡ് ചെയ്തു. ഇന്ന റൂൾ ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത് എന്നുള്ള കുറച്ച് റൂൾസ് ആഡ് ചെയ്തു. ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1ന്റെ വാല്യൂ ആയിരിക്കണം ടിയുടെ കൂടെ ആഡ് ചെയ്ത് ഈയുടെ വാല്യൂയിലേക്ക് അസൈൻ ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റൂൾ. ഓക്കെ, സോ അങ്ങനത്തെ സിമാൻറ്റിക് റൂൾസ് നമ്മൾ ഓരോ പ്രൊഡക്ഷനിലും ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് കുറച്ച് ആക്ഷൻസും കൂടി ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള ആക്ഷൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടൈപ്പ് ചെക്കിങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേനുമാണ് അതിനെയാണ് നമ്മൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇത് കൂടുതലായിട്ട് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്, ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്താണ്, അത് പാഴ്സ് ട്രീയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.